ഉറങ്ങുന്നവര്, ഇന്നലെ ഉറങ്ങിയിട്ടില്ലാത്തവര്, കർത്താവേ അവർക്കിന്ന് തീരുമാനം കൊടുക്കണം ഈശോയെ. 39 കൊല്ലത്തെ പൗരോഹിത്യത്തിന്റെ യോഗ്യതയില്, അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയില് അങ്ങനെ ദൃശ്യത്തെ യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തീരുമാനമെടുക്കാതെ കുഴയുന്നവര്, അതുപോലെ തന്നെ അവിടെ ചെന്ന് ജോലി കിട്ടുമോ ഇല്ലയോ, അവിടെ ചെന്നാൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, പണം കൊടുക്കണോ വേണ്ടയോ, ഇങ്ങനെ കേസ് കൊടുക്കണോ വേണ്ടയോ, ഇങ്ങനെ ചിന്തിച്ച് കാടുകയറി തല പുകഞ്ഞ് വിഷമിക്കുന്നവരുടെ കർത്താവിന്റെ വിശുദ്ധമായ രക്തം നിന്റെ മേൽ വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ പരിശുദ്ധമ്മ ദേവമാതാവ് ഇതുപോലുള്ള സംഘർഷാത്മകമായ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയപ്പോൾ പരിശുദ്ധാത്മാവ് സഹായകനായി സഹായിച്ചതുപോലെ നിന്നെയും നിന്റെ കുടുംബത്തെയും പരിശുദ്ധാത്മാവ് തക്കത്തിലും എടുക്കാൻ വേണ്ടി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് വേണ്ടി കർത്താവ് സഹായത്തിന് ദൂതന്മാരെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ നീക്കുവാമേ. കർത്താവിനെ വിവേചിച്ചറിയണം. യേശു എന്ന് പറഞ്ഞ ഒരു സാമൂഹ്യ പ്രവർത്തകനോ രാഷ്ട്രീയ പ്രവർത്തനമൊന്നുമല്ല, സാംസ്കാരിക പ്രവർത്തനമല്ല. ക്രിസ്തു ബേസിക്കായിട്ട് ദൈവത്തിൻ്റെ പാപപരിഹാര കുഞ്ഞാടാണ്. അവൻ മിശിഹായാണ്. ആ മിശിഹ എന്ന് പറയുന്നത് പാപപരിഹാരമാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ വീണ്ടെടുപ്പ് വില കൊടുക്കുക, അതാണ് ഈ ശരീരത്തെ, ഇതാണ് സന്ദേശം, അല്ലെങ്കിൽ അതിൻ്റെ ഗാത്രം എന്ന് പറയുന്നത്, ആശയഗാത്രം. ഈ ആശയഗാത്രത്തെ വിവേചിക്കാതെ ക്രിസ്തുവിനെ സാംസ്കാരികവൽക്കരിക്കുകയും സാഹിത്യവൽക്കരിക്കുകയും ചെയ്യും. 1 Corinthians 11:29. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ ദൗത്യത്തെ അറിയാതെ അതിനെ ഉൾക്കൊള്ളുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. ക്രിസ്തുവിനെ എക്സ്പ്ലെയിൻ ഔട്ട് ചെയ്യരുത് ഒരിക്കലും. ക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിന് ഒരു അഭിരുചിയുണ്ട്. അത് മനുഷ്യന്റെ അഭിരുചിയല്ല. മനുഷ്യന്റെ അഭിരുചിയിലേക്ക് വരച്ചു നീട്ടിയായിട്ട് ഈശോ ഒരു റബ്ബറൊന്നുമല്ല ശരിക്കും. അപ്പൊ ദൈവത്തിന്റെ അഭിരുചി എന്ന ക്രിസ്തുവിനെ കുറിച്ച് അത് ബൈബിൾ നൽകുന്നതും അപ്പോസ്തലന്മാര് യേശുവിന്റെ കൂടെ ജീവിച്ച് വളർന്നവരും അതിനുവേണ്ടി ജീവിതം കൊടുത്തവരും അനുഭവിച്ച ക്രിസ്തു ഉണ്ട്. അത് പരമപിതാവിന്റെ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങള് ആ ശരീരത്തെ വിവേചിച്ചറിയാതെ ക്രിസ്തുവിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നവരെ തന്നെയാണ് ശിക്ഷാവിധി ഉൾക്കൊള്ളുന്നത്.